നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും അതേപോലെ തന്നെ 4 മണി പലഹാരമായും കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരിക്കട്ടെ. അപ്പോൾ എപ്പിടി പോലാമാ വാങ്ങോ. ഹായ് മാമി, என்ன சமாச்சாரம்? இன்னைக்கு என்ன ஸ்பெஷல்? இன்னைக்கு ஸ்பெஷல் என்ன? கொழுக்கட்டையா? என்ன കൊഴുക്കട്ടെ? ഉപ്പ് കൊഴുക്കട്ടയാ? അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം കൊഴുക്കട്ട, ഉപ്പിട്ടിട്ടുള്ള കൊഴുക്കട്ടയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം വേണം, കുറച്ച് ഉണക്കമുളക് വേണം, അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില വേണം, അതേപോലെ തന്നെ കുറച്ച് ജീരകം വേണം, പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് വേണം. ഇത് കുറച്ച് എന്ന് പറയുമ്പോൾ ഇതൊരു 1 ടീസ്പൂണോ 2 ടീസ്പൂണോ വെച്ചിട്ട് നമുക്ക് എടുക്കാം, ആവശ്യാനുസരണം എടുക്കാം. പിന്നെ നാളികേരം നമ്മൾ 1 മുറി നാളികേരം നമ്മൾ ചിരണ്ടി, നേരത്തെ കൂട്ടി ചിരണ്ടി നമ്മൾ വെച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കടുക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് റൈസ് പൗഡർ വേണം. റൈസ് പൗഡറാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. റൈസ് പൗഡർ വേണം. അതേപോലെ തന്നെ വെളിച്ചെണ്ണ വേണം, ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് സോൾട്ട് വേണം. അതേപോലെ 2 കപ്പ് വെള്ളം വേണം. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളം നമുക്ക് അതിൽ ആഡ് ചെയ്യാം. അതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ പാൻ എടുക്കുന്നു. പാൻ എടുത്ത് നമ്മൾ ഇൻഡക്ഷനിൽ വെക്കുന്നു. നമ്മൾ ഇൻഡക്ഷനിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പാൻ എടുത്ത് ഇൻഡക്ഷനിൽ വെക്കുന്നു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നു. വെളിച്ചെണ്ണ ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ കടുക്, ഒരു 2 ടീസ്പൂൺ കടുക് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആ ഇട്ട് കൊടുത്ത കടുകൊന്ന് ചൂടായി അമിട്ട് പൊട്ടാൻ തുടങ്ങുമ്പോൾ, അമിട്ടെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ കടുക് പൊട്ടിത്തെറിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പ് ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അവിടെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ വേപ്പില ഇടുക. എന്നിട്ട് നമ്മൾ ഒരു 2 ഇളക്കും കൂടി നന്നായി അങ്ങോട്ട് ഇളക്കുക. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കപ്പിൽ വെച്ചിരിക്കുന്ന വെള്ളം, ആ വെള്ളത്തിൽ നമ്മൾ ജീരകം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ജീരകവും വെള്ളവും കൂടി നമ്മൾ പാനിലേക്ക് ഒഴിക്കുന്നു. അതിനുശേഷം നമ്മുടെ നാളികേരം നമ്മൾ അതിലേക്ക് നാളികേരം ആഡ് ചെയ്യുന്നു. നാളികേരം ആഡ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് ഇളക്കി നമ്മൾ ഒന്ന് സെറ്റാക്കാം, ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് അതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാം. സോൾട്ട് ആഡ് ചെയ്തതിന് ശേഷം 2 ഇളക്കം കൂടി അങ്ങോട്ട് നമുക്ക് ഇളക്കാം. അതിന് ശേഷം നമ്മൾ ഒരു തള വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് പൗഡർ എടുക്കുക. അതെടുത്ത് നമുക്ക് കുറേശ്ശെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്ത് നമ്മളത് പതുക്കെ ഇളക്കി കൊടുക്കാം. റൈസ് പൗഡർ കുറേശ്ശെ നമുക്ക് ആഡ് ചെയ്യാം. പെട്ടെന്ന് നമ്മൾ ഒരുമിച്ചിടുമ്പോൾ പെട്ടെന്ന് അത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറേശ്ശെ നമുക്ക് അതിട്ട് ഇളക്കി സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് ആയി കിട്ടും. അങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ കുറേശ്ശെ എടുത്ത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഉണ്ടയായി നമുക്കത് മാറ്റി വയ്ക്കാം. ഈ നമ്മൾ ഇൻഡക്ഷനിൽ നമ്മൾ ഇഡ്ഡലി കുക്കർ വയ്ക്കുന്നു. ഇഡ്ഡലി കുക്കറിനുള്ളിൽ തട്ട് വയ്ക്കുന്നു. അതിൽ നമ്മൾ ആവി കയറ്റാനായി നമ്മൾ ഉണ്ടയാക്കിയ കൊഴുക്കട്ട നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കും. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണ് കൊഴുക്കട്ട നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. പലരും പല ടൈപ്പിലായിരിക്കും ഉണ്ടാക്കുക.
നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ പറഞ്ഞ രീതി വളരെ എളുപ്പമാണ്. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മളെല്ലാം അതിൽ വെച്ചതിന് ശേഷം നമ്മൾ അത് പതുക്കെ അടപ്പെടുത്ത്, ഇഡ്ഡലി കുക്കറിൻ്റെ അടപ്പെടുത്ത് നമുക്കത് അടച്ച് ആവി കയറ്റാം. ആവി കയറ്റാൻ അങ്ങനെ വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പതുക്കെ അടപ്പ് തുറക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുഴക്കട്ട റെഡി.